ഹായ് ഫ്രണ്ട്സ്, ഡി ജെസ് ഹിയർ. എല്ലാവർക്കും ഡി ജെൻ്റെ പുതിയൊരു വീഡിയോ സാധനം വെച്ചവരെ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ എന്താ പറയുക ലോഗോയും ചാനൽ നെയിമും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ചാനലിൻ്റെ പേര് ഡി ജെ ഇംപ്രൂട്ട് എന്നും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ സെറ്റാക്കിയതാണ് അത്. അപ്പോൾ ഇന്ന് കാര്യങ്ങൾ നമ്മൾ വന്നേക്കുന്ന ഗെയിം എന്ന് വെച്ചാൽ വാൻ ലൈഫ് സിമുലേറ്റർ എന്ന് പറയുന്ന ഒരു പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയ ഒരു ഗെയിമിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, ഗെയിം പ്ലേ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മച്ചവരെ. അപ്പോൾ നമ്മൾ ഈ ഗെയിം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ പോയി അടിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് വരുന്നതായിരിക്കും. അതിന് ഏകദേശം ഈ ഗെയിമിന് 584 MB അങ്ങനെയാണ് ഉള്ളത് ഗൈസ്. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പിന്നെ മാറുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ സാധനം തന്നെ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ സൈഡിലും കാര്യങ്ങളൊക്കെ ഫുഡിൻ്റെ വെള്ളത്തിൻ്റെ ദാഹിക്കുന്നതും സ്റ്റാമിനേൻ്റെയും കാര്യങ്ങളൊക്കെ സൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുക ഒരു വാൻ എടുക്കുക. അതിൻ്റെ ഗെയിമിൻ്റെ കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. ഒരു വാൻ എടുക്കുക, ഇതിൽ നമ്മൾ ഒറ്റക്കാണ് സർവൈവ് ചെയ്യുക. ഫുള്ള് എല്ലാ വൈൽഡ് എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ റെസ്റ്റ് ചെയ്യണം, ഫുഡ് കളക്ട് ചെയ്യണം, വെള്ളം കുടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു മനുഷ്യൻ്റെ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലും വേണ്ടത്. എല്ലാം മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കാര്യങ്ങളൊക്കെ ഡ്രിങ്കിങ് അങ്ങനത്തെ ഒക്കെയാണ് ഇതിൽ. പിന്നെ നമുക്ക് വാൻ ലൈഫ് സിമുലേറ്റർ എന്ന് പറയുന്നത് തന്നെ വാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വാനും കാര്യങ്ങളൊക്കെ കിട്ടും. കുറച്ച് നേരം നിങ്ങൾക്ക് വാനും കാര്യങ്ങളൊക്കെ കിട്ടും ഗൈസ്. അപ്പോൾ വാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് അതും കാര്യങ്ങൾക്ക് അതിൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ പോവുക, ഫുൾ ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനത്തെ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സായിരിക്കേണ്ട കാര്യം ഒന്നുമില്ല. ഗെയിം കളിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ അങ്ങനെ ഇങ്ങനെ ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് നിങ്ങൾ റിലാക്സ് ആയിട്ട് ചായ കുടിച്ച് അങ്ങനെ തന്നെ റിലാക്സ് ആയി നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയൊരു ഗെയിമും കൂടിയാണ് ഈ ഒരു ഗെയിം. അപ്പോൾ ഒരു 584 MB മാത്രമേ ഉള്ളൂ. എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഗെയിമിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയും കയറി നിങ്ങൾ ഈ ഗെയിമും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഗൈസ്. ഇതിൽ നിങ്ങൾ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് എന്നോട് പറഞ്ഞ റേഡിയോ നന്നാക്കാനാണ്. അങ്ങനെ റേഡിയോയും കാര്യങ്ങളൊക്കെ എന്നൊക്കെ അതിൻ്റെ അടുത്ത് ഗൈസ്. ഇതിൽ ചെറിയ ചെറിയ എന്താ പറയുക മ്യൂസിക്സ് ആയാലും ഭയങ്കര നല്ലൊരു മ്യൂസിക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നിന്ന് നിങ്ങളൊരു ഹെഡ്സെറ്റും കാര്യങ്ങൾ വെച്ചിട്ടാണ് കളിക്കുന്നത്, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടും ഗൈസ്. സോങ് നല്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഗൈസ്. സോങ് കാര്യങ്ങൾ നല്ല രസമാണ് ഈ സോങ് കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഗൈസ്. അങ്ങനെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇതിൽ കാണിക്കുന്നത് ഗൈസ് വെള്ളം കുടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ല ഗൈസ്, ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ നമുക്ക് വേറെ ഒരു അങ്ങനെ ഇതിൽ നമ്മൾ വണ്ടിയകത്ത് പോകുമ്പോൾ മാർക്ക് ചെയ്ത ഏരിയകളായിരിക്കും, അങ്ങോട്ടേക്ക് പോവുക, അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇതിൽ കുറേ എന്താ പറയുക ടാസ്കുകളായാലൊക്കെ വരും, അതൊക്കെ കംപ്ലീറ്റ് ആക്കി നമ്മുടെ വാനായിട്ട് പോവുക. ഇങ്ങനെ സൈഡ് നോക്കണ ഒരു വാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സൈഡിൽ കണ്ട് നമ്മൾ. അപ്പോൾ നമ്മളിവിടെ പൈസ ഉണ്ട് അതെടുക്കുക ഗൈസ്. ഇങ്ങനെ വഴിയിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പൈസ ഒക്കെ വെച്ചാൽ ഫുഡ് വാട്ടർ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാൻ പറ്റും ഗൈസ്. അങ്ങനെ ഇവിടെ നോക്കുകയാണ് ഒരു വാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തല്ലാണെന്ന് അവിടെ നോക്കുകയാണ് ഒരു വയസ്സായ കഴിഞ്ഞിട്ട് അച്ഛങ്ങനെ ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഹെൽപ്പ് ദ മാൻ എന്നാണ് ഇത് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഗാർബേജും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ആ വേസ്റ്റ് ബിന്നിലേക്ക് അതിന് നമുക്ക് വാനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഗൈസ്. ഈ ചങ്ങായിക്ക് എന്താ ഈ വേസ്റ്റ് നമ്മൾ ഇവരെ സഹായിക്കണം പോലും എന്നാൽ ചാവിയിടാം, അങ്ങനെയൊന്നുമില്ല. ഇവണെന്താ ഇവിടെ കുഞ്ഞങ്ങ് എടുത്തുവിടുക, വിസിലടിച്ച് ചാടിയാൽ തൊട്ടിപ്പുറം തന്നെയാണ്. അപ്പോൾ വാനും കാര്യങ്ങളൊക്കെ പക്കയാണ്, നല്ല ലുക്കാണ്. ഉള്ളിലൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട് കാണാൻ വാനൊക്കെ ഗൈസ്. ഈ വീഡിയോ കാര്യങ്ങൾ നമ്മൾ മൈക്കില്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പുറത്ത് വെച്ച കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഈ വീഡിയോ കൂടി ശ്രദ്ധിക്കുക ഗൈസ്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പോൾ അപ്പോൾ നമുക്ക് ഈ ചങ്ങനെ സഹായിക്കാം ഗൈസ്. ഈ വയസ്സായാളെ ഹെൽപ്പ് ദ മെയിൻ ഈ മേനെ സഹായിക്കുക ഗൈസ്. 2 വേസ്റ്റ് മാത്രമേ ഒരു ടൈമിൽ എടുക്കാൻ പറ്റും ഗൈസ്. അങ്ങനെ 2 ഗാർബേജ് എന്ന് പറയുക ഗാർബേജ് ക്യാൻ, 2 ക്യാനാണ്, 2 ടിൻ ഫുഡിൻ്റെ അതൊന്ന് എന്താ പറയുക സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ക്യാനും കാര്യങ്ങൾ ചാടി, പിസ്സേൻ്റെ ഉണ്ട്, പിന്നെ ജ്യൂസിൻ്റെ ആണ്. ഇത് രണ്ടും കൂടി ചാടിക്കഴിഞ്ഞാലായിരിക്കും ഓക്കെ ഗൈസ്. ഓ ഗൈസ് അങ്ങനെ ഇത് ഫൈൻഡ് ദ കീ കീ കണ്ടുപിടിക്കാനാണ് ഗൈസ് നമ്മളോട് പറയുന്നത് ഗൈസ്. ഡേറ്റുണ്ടോളി ഗൈസ് കീന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് ഗൈസ്. അങ്ങനെ നോക്കുകയാണ് നമ്മളെ കീയും കാര്യങ്ങളൊക്കെ അവിടുത്തെ ആളെയും കാണിക്കണം. അതിന് മുന്നേ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം ഗൈസ്. അവിടെ എന്താ ബ്ലൂബെറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കീയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലൂബെറിയും കാര്യങ്ങളൊക്കെ കഴിക്കാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ബ്ലൂബെറിയും കാര്യങ്ങളൊക്കെ പറിച്ച് കഴിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അപ്പോഴേക്ക് നമ്മളെ ഇങ്ങനെ സൈഡിൽ നോക്കുകയാണ് നമ്മളെ ഫുഡ് അതിൻ്റെ ഐക്കണൊക്കെ എന്താ പറയുക ഫുള്ളായിട്ട് ഒരു വൈറ്റ് കളറിലാണ്. വൈറ്റ് കളർ എന്ന് വെച്ചാൽ നമ്മളെന്നാലും ഫുള്ളാണ്. യെല്ലോ കളറിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത്യാവശ്യം ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് നേരെ പോയി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വേണം. ഫ്രണ്ട് ക്യാമറയിലേക്ക് ഓടിക്കുമ്പോൾ പ്രശ്നമില്ല. ഇത് സാധാരണ പക്ഷേ സ്റ്റിയറിങ് അങ്ങനെ തന്നെ ചെയ്യുന്നത്, അതൊക്കെ സഹിക്കാവുന്ന പ്രശ്നങ്ങളെല്ലാം ഒന്നുമില്ല, വേറെ ഒന്നുമില്ല.
അപ്പോൾ ഈ റൂട്ട് നല്ലോണം ഈ ഏരിയയിലൂടെ വണ്ടി ഓടിച്ചത് നല്ലതുകൊണ്ട് ഈ റൂട്ട് മാത്രമല്ല നമ്മളെന്താ പറയുക ദുർഗാണം പിടിച്ച ഏരിയയിലായാലും ഓരോ ഏരിയയിലായാലും പല എന്താ പറയുക ഓഫ് റോഡ് ഏരിയ അങ്ങനത്തെ പോലത്തെ ഏരിയയിലൊക്കെ ഈ വണ്ടി എടുത്ത് പോകണം. പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ തന്നെ സ്റ്റേ ചെയ്യണം. അങ്ങനത്തെ ഒക്കെയാണ്. ചില സ്ഥലത്ത് ക്യാമ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട്, അവിടെ സ്റ്റേ ചെയ്യണം. ഈ വണ്ടി നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം, വണ്ടിയിലെ ഐറ്റംസൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ വണ്ടി തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാമറ മാറ്റി ഉള്ളിലത്തെ ക്യാമറയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടക്കിടക്ക് ആഡൊക്കെ വരും. അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇടക്കിടക്ക് ആഡും കാര്യങ്ങളൊക്കെ വരും. അതൊരു എന്താ പ്രശ്നമാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് പെട്ടെന്ന് ഫാസ്റ്റ് കാറ്റല്ല, ഒരു കുറേ സമയം കഴിഞ്ഞിട്ടാണ് വരും. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഡ്രൈവ് ഹോമിലേക്ക് പോകാനാണ്. ആരും ഹോമാണ്, ഹോം എന്തുകൊണ്ട് കെവിൻ എന്നാണ്, കെവിൻ്റെ ഹോമിലേക്ക് പോകാനാണ് പറയുന്നത്. പക്ഷേ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതൊന്നും താങ്ക് യു ദ റൈഡ് എന്നൊക്കെ പറഞ്ഞു അവൻ്റെ. ഓക്കെ അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി ഓടിച്ചിട്ട് ഇവൻ ഈ വയസ്സായ ആളെ വീട്ടിലെത്തിക്കാണ് ചെയ്തത്. അതിൻ്റെ പകരമായിട്ടാണ് ഇവനിത് ഈ ഒരു എന്താ പറയുക ഈ തന്നത്, ഓമിനി വണ്ടി തന്നത്. അപ്പോൾ ഈ വണ്ടി കഴിഞ്ഞിട്ട് എടുത്ത് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ വണ്ടി കഴിഞ്ഞിട്ടൊക്കെ എടുത്ത് പോകണം. വണ്ടി എനിക്കൊന്ന് വർക്ക്ഷോപ്പ് കൊണ്ടുപോകേണ്ടി വരുന്നു. ഇതൊക്കെ വണ്ടി സൈഡിൽ പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വീഡിയോ ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പുതിയ ചാനലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആക്കി, എന്താ പറയുക ചാനൽ നെയിമും മാറ്റി, ലോഗോ മാറ്റി. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്താ പറയുക കുറേ വീഡിയോ ഇട്ട് എന്നിട്ട് നമ്മൾ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ കുറേ വീഡിയോ ഇട്ടിട്ടില്ല, പിന്നെ വെച്ച് വീഡിയോ ഇടാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. മറക്കാതെ തന്നെ എല്ലാവരും ലൈക്കും നല്ലൊരു വ്യൂവിലേക്ക് എത്തിക്കണം ഗൈസ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ എത്ര പെടുന്ന ഒരു 200 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ആക്കണം. സപ്പോസ് വണ്ടി സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. ഈ വണ്ടി നല്ല സ്പീഡ് പോകുന്നത്. അങ്ങനെ കുറച്ചിങ്ങനെ എത്തിയാൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വഴിയിലെ കാര്യങ്ങൾ ബ്ലോക്ക് ഗൈസ് എന്ന് വെച്ചാൽ പാറ വീണിട്ട്. അപ്പോൾ നമുക്ക് പാറയൊക്കെ എടുത്ത് മാറ്റാം ഗൈസ്. ഇത് വലിയ പണിയൊന്നുമില്ല. പാറേൻ്റെ അടുക്കപ്പോൾ എനർജി ബാർസൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കിട്ടും ഗൈസ്. അപ്പോൾ അത് നമുക്ക് എനർജി എന്താ ഓടുന്ന സ്റ്റാമിന ഇട്ടിട്ട് എനർജി ബാറൊക്കെ കഴിക്കാം. പക്ഷേ കൈൻ്റെ ഐക്കണിൽ എടുക്കുക, കൈൻ്റെ ഐക്കണിലേക്ക് കല്ലെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ എന്താ പറയുക ഒരു ഡ്രോപ്പിൻ്റെ കൈ ഒരു ബ്ലോക്ക് ഡ്രോപ്പ് ചെയ്യുന്ന പോലത്തെ പിക്ചറുണ്ട്. അത് ഞെക്കും ബ്ലോക്ക് പോകും. അപ്പോൾ ഇത്ര സ്ഥലം മതി നമുക്ക് നമ്മളെ വണ്ടി എടുത്ത് നേരെ വിടാം. വൈസ് അതിനുകൊണ്ട് നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ ഒരു വാനിൻ്റെ ഐക്കൺ കാണാം. ഇവിടത്തേക്ക് നമ്മൾ വാൻ എടുത്ത് പോയി. അങ്ങനെ കുറേ ദൂരം വന്നുകൊണ്ട് നമുക്ക് സ്റ്റാറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഒരു ടണലിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോട്ടോ ഏജൻസി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി മെല്ലെ മെല്ലെ കളിക്കുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് എന്താ ഇവിടെ നമുക്ക് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റ് പ്രത്യേകിച്ച് പോലീസില്ല, നമ്മൾ തന്നെ പോവുക, ബട്ടൺ ഞെക്കുക, ഓപ്പൺ ആക്കുക. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ബട്ടൺ ഞെക്കി ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് വണ്ടി കയറി നേരെ നമുക്ക് കയറി പോകാം. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ തുറച്ച് നമ്മൾ പോവാണ്. പ്ലസ് ഇപ്പം തന്നെ കുറേ ലോങ് ആയി വീഡിയോ, എന്നാലും നമ്മളിപ്പോൾ നിർത്താൻ നോക്കാം. അപ്പോൾ കൂടാതെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പൈസയും കാര്യങ്ങളും കാണാം, അതെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാം. ഈ പൈസയും കാര്യങ്ങളൊക്കെ എടുക്കുക. പൈസ നമുക്ക് അത്യാവശ്യമാണ്. ഫുഡൊക്കെ വാങ്ങണമെങ്കിലും പൈസ വേണം. നമുക്ക് ഇങ്ങനെ സൈഡിലൊക്കെ എന്താ പറയുക ഒരു ഷോപ്പ് പോലത്തെ ഒക്കെ കാണാൻ പറ്റും, ഒരു ചില പെട്ടിക്കട എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ വീഡിയോ റെസ്റ്റോറൻറ്റ്സ് പോലത്തെ അങ്ങനത്തെ കാണാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ ഫുഡ്, വെള്ളം അങ്ങനത്തെ ഒക്കെ കിട്ടും ഗൈസ്. അതൊക്കെ നമ്മൾ മേടിച്ച് കുറേ ആയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ യൂസ് ചെയ്യാം. അപ്പോൾ സൈഡിലൊരു പീടിയാണ് ഗൈസ്. റോട്ടുമ്പോൾ തന്നെ വണ്ടി നിർത്തുന്നത്, സൈഡ് റോട്ടായിട്ട് മാറ്റിയിട്ട് നിർത്തുക. അപ്പോൾ ഗൈസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഇത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നോക്കുകയാണെങ്കിൽ 2 ബോട്ടിലും 2 ആപ്പിളും പിന്നെ എനർജി ബാറൊക്കെ 1-2 മതി. അതൊക്കെ നമുക്ക് വാങ്ങി സ്റ്റോക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതെല്ലാം ആകെ മാക്സിമം 3 മാത്രമേ വാങ്ങാൻ പറ്റൂ ഗൈസ്. അങ്ങനെ നമ്മൾ പൈസ ഇഷ്ടം പോലെ പൈസ നമ്മളെടുത്ത് ഇപ്പോൾ 995 അത്രയായിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ പൈസ അതിങ്ങനെ 900 നമ്മൾ പേ ചെയ്തപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ 1027. അപ്പോൾ ഇവിടെ ഒരു പെണ്ണുങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യുക ഗൈസ്. ഇവർക്ക് നമ്മൾ ഹെൽപ്പും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹെൽപ്പും ഇവരെടുക്കുക ഒരു പെട്ടിയുണ്ട് ഗൈസ്. അത് നമ്മൾ തൊട്ടപ്പുറമുള്ള എന്താ പറയുക മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുക. വരം വിളിച്ച് എന്തെങ്കിലും ആണെങ്കിലും അഥവാ നിങ്ങളുടെ പോലീസായിട്ട് പിടിച്ചാൽ നമ്മൾ നോക്കും. പോലീസ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, വലുതറിയില്ല. ഫസ്റ്റത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. ആയത് എന്താ പറയുക ഫോണിൽ കുറേ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ കണ്ടൻറ്റൊന്നും കിട്ടാത്ത യൂട്യൂബിൽ ഇങ്ങനെ എന്താ പറയുക വീഡിയോ കണ്ടുപോകുമ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് കണ്ടത്. ഇങ്ങനെ നല്ല ഗെയിമാണ്, അങ്ങനെ സുഖമായിട്ട് കളിക്കുന്ന പറഞ്ഞിട്ട് കാണാം. എന്താ നല്ല കുറഞ്ഞ MB ഒക്കെ ആണെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഗെയിമും കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഡൗൺലോഡും കൂടി ചെയ്തേക്കുക. നിങ്ങൾ കളിച്ച് നോക്ക്. എനിക്ക് എന്താ പറയുക ഗെയിമിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക്സ് എൻ്റെ DM ബോക്സിൽ ചെയ്തോ, അല്ല DM ബോക്സിലെ കമൻറ്റ് ബോക്സ് ചെയ്തോ. ഇങ്ങനെ മാറി പോകുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിലായിട്ട് ഒരു ക്യാമ്പിംഗ് സ്പോട്ട് കണ്ടിട്ടുണ്ട്. അവിടത്തേക്ക് എന്താ
അവിടെ ക്യാമ്പ് ചെയ്യുന്ന സാധനം കണ്ട് അവിടത്തേക്ക് എന്താ ഒരു 3 വിറകും 2 സ്റ്റോണും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ തീ കത്തി ഗൈസ്. അപ്പോൾ എനർജി ബാറൊക്കെ കണ്ട് അതൊക്കെ എടുത്തൊക്കെ ഇടും. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക് ആയതുകൊണ്ട് കൊക്കക്കോളയാന്ന് തോന്നുന്നു അതുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ വെക്കാം. ഇനി ഒരു ബ്ലോക്കും ഒരു വുഡും മതി ഗൈസ്. ഗൈസ് അങ്ങനെ ഒരു വുഡ് കൂടെ എടുത്ത് നമ്മൾ നേരെ വെക്കാൻ പോവാണ്. ഒരു ടൈമിൽ ഒരു വുഡും ഒരു ബ്ലോക്കും വെക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമുക്കിനി ഒരു ബ്ലോക്ക് കൂടെ വെക്കാം. നമ്മളങ്ങനെ സ്റ്റോൺ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോൺഫയറും കാര്യങ്ങളൊക്കെ കത്തും കഴിച്ചു. അപ്പോൾ ഇപ്പം തന്നെ വലിയ ലെങ്ത്തായി വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതുകൂടെ കത്തിച്ചിട്ട് നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്ത് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും എൻ്റെ വീഡിയോ കണ്ടവരാണ് നിങ്ങളെൻ്റെ എന്താ പറയുക ചാനൽ കയറി വെക്കുക. എന്നിട്ട് വേറെ അടുത്ത ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്ന അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. ബൈ ബൈ.